ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയസ് ഫാറ്റിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കപ്പൊതിയാണ്. ചക്കപ്പൊതിക്ക് വേണ്ട സാധനങ്ങൾ: ഗോതമ്പ് പൊടി 1/2 കിലോ എടുത്തിട്ടുണ്ട്, നല്ലൊരു വലിയ തേങ്ങ ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട്, അതേപോലെ ഞാൻ ചക്ക വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതും എടുത്തിട്ടുണ്ട്. ഇനി അത് തയ്യാറാക്കാനുള്ള ഇലയും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കണം നോക്കാം. ഈ ചക്കയിൽ ഞാൻ നെയ്യ് ഒഴിച്ച് ശർക്കരയും ചേർത്ത് വരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ആവശ്യത്തിന് മധുരം ഇനി വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് തയ്യാറാക്കി നോക്കാം. ഇതിന് നമുക്ക് അടുപ്പ് കത്തിച്ച് തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പത്ത് നോക്കാം. ഞാൻ ഇത്തിരി വലിയ പാത്രം തന്നെ എടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഇളക്കാനുള്ള സൗകര്യത്തിനാണ്. നന്നായിട്ട് ഇളക്കി ജോയിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. പാത്രം ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ചക്ക വരട്ടിയത് ഇട്ട് കൊടുക്കും. ഇത് നെയ്യെല്ലാം ചേർത്ത് വെച്ച് വരട്ടി വെച്ചതാണ്. അപ്പം ഇനി നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കി ഞാൻ അരിച്ചൊക്കെ വെച്ചിരുന്നതാണ്. ഇത് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കും. ഞാൻ പഞ്ചസാര ഇട്ട് പൊടിച്ച് വെച്ചതാണത്. അപ്പം നമ്മൾ ചക്ക നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഇത് ഗോതമ്പ് പൊടി 500 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂണ് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിയും ശർക്കരയും നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പം സ്റ്റൗ ഞാൻ ഓഫാക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഒന്ന് തണിയാൻ വയ്ക്കാം. നേരത്തെ തന്നെ ചക്ക തയ്യാറാക്കാനുള്ള ഇല ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വച്ചിരുന്നു. അപ്പോൾ ഇനി അത് നമുക്ക് തയ്യാറാക്കാം. ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമുക്കിത് പൊതിഞ്ഞെടുക്കാം. പൊതിഞ്ഞ് ഇതേപോലെ എല്ലാം നമുക്കിങ്ങനെ തയ്യാറാക്കാനായിട്ട് പാത്രം വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചക്കപ്പൊതി ഇതിനകത്ത് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കപ്പൊതി നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിനെ സ്റ്റൗ ഓഫാക്കാം. ഇത് പ്ലേറ്റിലോട്ട് എടുക്കാം. നമ്മുടെ ഇന്നത്തെ ചക്കപ്പൊതി റെഡി ആയിട്ടുണ്ട്. ഇത് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അരിപ്പൊടി ആയാലും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ നമ്മളിങ്ങനെ തിളച്ചിട്ട് ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് മാവും കൂടെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിത് പുഴുങ്ങിയെടുക്കാൻ നേരത്തെ എളുപ്പത്തിന് എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.